ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയുടെ സ്വാഗതം. ഇത് കണ്ടോ, ഞാൻ വേറെങ്ങുമല്ല, ഹാസ്യ കലാവേദി എന്ന് പറയുന്ന ഒരു ട്രൂപ്പിൽ ഞാൻ അംഗമാകാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചെറിയ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വർഷം ഞങ്ങളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓണപ്പരിപാടിയൊക്കെ ഞങ്ങൾക്ക് തരണം. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതെ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ സീസൺ നമുക്ക് അടിച്ചു പോയിട്ടുണ്ട്. നമ്മൾ മറ്റുള്ള ഒരു ഇതും ഇല്ല നമുക്ക്, അല്ലേ? ഫ്രണ്ട്ലി ഇതായിട്ട് പോകണം എല്ലാവരും, എൻ്റെ ചേട്ടന്മാരും ചേച്ചി. വളരെ സന്തോഷം. ഓക്കെ, അടിപൊളി. ഓക്കെ, സന്തോഷം. അടിപൊളി ചേച്ചി. പൊളിക്കണം. അല്ലല്ല, ഞാനങ്ങനെ ഇന്നേ നിമിഷം വരെ ഞാൻ ആൾക്കാരെ ചിരിക്കും, പക്ഷെ ഞാൻ ചിരിക്കില്ല. അനീഷിന്റെ ഫോട്ടോഷൂട്ടാണ് ഇപ്പൊ നടക്കുന്നത്. കല്യാണത്തിന് പോലും പുള്ളി ഏത് നിന്നെയാണ് കയറി. ഞങ്ങൾക്ക് നല്ല ചിരി കിട്ടി. അതെ, ഞാനിവിടെ കിടന്ന് എടുത്തപ്പോ പുള്ളി വെച്ചിരിക്കേണ്ട കുട്ടി തിരിച്ചു. നല്ല കുട്ടി നല്ല ഇത് എല്ലുകറി, കോഴിക്കറി, എന്തോ അതൊക്കെയാണ്. ഇഞ്ചിക്കറി, ചിക്കൻ്റെ അങ്ങെടുത്തു. ചമ്മന്തി, ഈ ചമ്മന്തി വേണ്ടേ? ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സുധിമോൾ എവിടെയാണ് ഈ പോയി ഇരിക്കുന്നതെന്ന്. ഇത് വേറെ ഒന്നും അല്ല, പത്തനംതിട്ടയിൽ നമ്മുടെ വിനയ് ചേട്ടൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്. വിനയ് ഹാസ്യകല എല്ലാവർക്കും അറിയാൻ പറ്റും. ഒരു കാലത്ത് ഭയങ്കര വൈറലായിരുന്ന മനുഷ്യനാണ്. ഒരു കാലത്തിൽ ഇപ്പോഴും അതേട്ടോ, എന്നെ പൊട്ടത്തിലൊക്കെ പറയുന്നല്ലേ. അപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ആ ട്രൂപ്പിൽ ചേർന്നേക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി വന്നതാണ്. ഇപ്പോൾ ഇവിടെ ഉള്ളത് വിനയേട്ടനുണ്ട്, ചേട്ടനുണ്ട്, അജിത്ത് ചേട്ടൻ. ഇവരെന്നാ ചേട്ടനിയന്മാരാണ്. ഇത് ഈ ചേട്ടൻ, അനീഷ് ബാലി ചേട്ടൻ, നിഷാദ് പൂച്ചാക്കൽ. അപ്പോൾ ഇത്രയും പേരാണ് നമ്മുടെ ട്രൂപ്പിലുള്ളത്. ഇനിയുണ്ട്. ഇപ്പം നിലവിൽ ഇവിടെ ഉള്ളത് ഞങ്ങൾ ഇത്രയും പേരാണ്. അച്ഛനും അമ്മയുണ്ട് കേട്ടോ. അച്ഛനും അമ്മയും കാണിക്കട്ടെ. ഇതാണ് അച്ഛനാണ് ഇരിക്കുന്നത്. യോയോ പയ്യനാണ് കേട്ടോ. ഈ മക്കളെ കണ്ടാൽ അച്ഛനാണെന്ന് പറയുന്നത്. അപ്പൊ
ഫോട്ടോഷൂട്ടായിരുന്നു നമ്മുടെ പുതിയ പ്രോഗ്രാമിൻ്റെ ഈ വർഷത്തെ തിരുവിതാംകൂർ ഹാസ്യകലയുടെ നമ്പർ 1 കോമഡി റീൽസ് എന്ന പ്രോഗ്രാം. അതിൻ്റെ ഫോട്ടോഷൂട്ടായിരുന്നു ഇന്ന്. ഞങ്ങൾ ഐശ്വര്യമായിട്ട് ഇന്ന് തുടങ്ങി. അപ്പം ഇത്തവണ നമ്മളോടൊപ്പം സുതിമോളുണ്ട്, അനീഷേട്ടൻ ലീഡ് ചെയ്യുന്നത്. വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഈ ഒരു വർഷത്തെ ഈ പ്രോഗ്രാം എല്ലാ കാര്യങ്ങളും അല്ലേ. വളരെ പ്രതീക്ഷയാണ്. ഞങ്ങളുടെ ആ ഒരു ഒരു പ്രതീക്ഷ നിങ്ങളിലാണ്. നിങ്ങൾ അത്രയും പ്രോഗ്രാമുകളൊക്കെ തന്നില്ലേ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. സുതിമോളെ ഞങ്ങൾ വളരെ പ്രതീക്ഷയോട് കൂടി ഞങ്ങൾക്ക് ഒരു സുതിമോൾ പറഞ്ഞു, ഞാൻ സ്റ്റേജ് പ്രോഗ്രാം എനിക്ക് ചെയ്യാൻ ഒരു ചെറിയ കോൺഫിഡൻസ് കുറവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഫുൾ കോൺഫിഡൻസ് ഞങ്ങൾ കൊടുത്തിട്ട് സ്റ്റേജ് പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ കൊണ്ടുവരികയാണ്. അനീഷേട്ടൻ ആദ്യം എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞപ്പോഴും ഞാൻ അനീഷേട്ടൻ്റെ അടുത്ത് പറഞ്ഞത്, അനീഷേട്ടാ എൻ്റെ സ്റ്റാൻഡപ്പ് ഒക്കെ അനീഷേട്ടനെ അറിയാൻ മേലായിട്ടാണ് പഠിച്ചിട്ട് വന്നിരുന്ന് പറഞ്ഞത്. സ്പോട്ടിൽ അവിടെ എന്താണോ എനിക്ക് വരുന്നത് അതാണ് എൻ്റെ കൗണ്ടർ. അപ്പൊ ഇങ്ങനെ പഠിച്ച് സ്കിറ്റ് പോലെ കളിക്കാതെ എനിക്ക് വശമില്ലാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇതിന് മുന്നേ കുറച്ച് ടീം എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അന്നാ കുഴപ്പമില്ല സുധി വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ ഇവരെന്നെ ചേർത്ത് പിടിച്ചിട്ട് ഇവർ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, ഞങ്ങളുണ്ട്. അനീഷനാണല്ലോ എൻ്റെ അടുത്ത് സുധി ഒന്നുകൊണ്ട് പേടിക്കണം, ഞങ്ങളൊക്കെ അല്ലേ നിന്റെ കൂടെ ഉള്ളത്. ഇപ്പോഴത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് കൂടുതലും നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് വേണ്ടി. മറ്റേ സംഭവങ്ങളുടെ ഒക്കെ കാലം കഴിഞ്ഞു. നിങ്ങൾ നാച്ചുറൽ ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളാണെന്ന് ഓഡിയൻസിന് അറിയാം. അതുകൊണ്ട് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് നിങ്ങളെ കൊണ്ട് പ്രോഗ്രാം ചെയ്യിക്കാൻ പറ്റും, ഈസി ആയിട്ട് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അടിച്ചു പൊളിക്കുന്നു ഈ വർഷം ഗംഭീരമായിട്ട്. തീർച്ചയായിട്ടും ഇവരുടെ സപ്പോർട്ടാണ് ഞാൻ വരുന്നത്. അപ്പൊ എല്ലാരും ഞങ്ങളെ ചേർത്ത് നിർത്തിയേക്കണേ. പ്രോഗ്രാം തരിക പ്രോഗ്രാം തരണം ഞങ്ങൾക്ക്, വിശ്വസിച്ചുള്ള പ്രോഗ്രാം തരിക. അടിപൊളി ഒരു വെറൈറ്റി ഫാമിലി ഷോ. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാരും കണ്ടതുപോലെ ഫോട്ടോഷൂട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തത്. വേറെ ഒന്നുമില്ലായിരുന്നു, ഇങ്ങനെ ഓരോ പോസൊക്കെ കൊടുത്താൽ മതിയായിരുന്നു. ഇങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചാൽ മതിയായിരുന്നു, വേറെ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഹാസ്യ കലാസമിതി എന്ന് പറയുന്ന പുതിയ ട്രൂപ്പ് ഓണാഘോഷ പരിപാടി പോലെ ഓണത്തിനുള്ള പ്രോഗ്രാം പോലെ ഇറങ്ങിയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നമ്പറും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങളെ ഓരോ കലാകാരന്മാരെയും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അവരൊക്കെ വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെയാണ് കേട്ടോ. നമ്മളുള്ള ഏറെ സാധാ ഒരാൾ. എന്താണെന്ന് വെച്ചാലും ഞാൻ ഈ സ്റ്റേജ് ഷോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഈ ബമ്പർശ്ശേരി പോയി സ്റ്റാൻഡപ്പ് ചെയ്യുന്ന ഒരു ഇതല്ലാതെ സ്റ്റേജ് പ്രോഗ്രാമൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അനീഷേട്ടൻ എന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനീഷേട്ടാ എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് അറിയത്തില്ല, നടക്കുമെന്ന് എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞപ്പോൾ സുധി എന്തുകൊണ്ടും പേടിക്കാതെ ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് പേടിക്കുന്നത്, നമുക്ക് സെറ്റ് ചെയ്യാം സുധി, നാച്ചുറലായിട്ട് സംസാരിക്കുന്നതാണ് ഇപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്തപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. പ്രോഗ്രാമൊക്കെ തന്നാണേലും കോൺടാക്ട് ചെയ്യുന്ന നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പ്രോഗ്രാം ബുക്ക് ചെയ്ത് നമുക്ക് പ്രോഗ്രാമാണ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനുള്ള കോൺടാക്ട് നമ്പറൊക്കെ എടുക്കുക, ഞങ്ങളെ വിളിക്കുക, സപ്പോർട്ട് ചെയ്യുക, പ്രോഗ്രാമൊക്കെ ഞങ്ങൾക്ക് തരിക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക. താങ്ക് യു.